ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിൽ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യൂ. കഴുകി വെച്ച ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായതിനു ശേഷം നമുക്ക് ഉള്ളി ഇടാം. ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഒരു ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉള്ളിയിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി വേഗം തന്നെ വഴറ്റി വരുന്നതായിരിക്കും. നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ എൻ്റെ ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3 പച്ചമുളക് മുറിച്ചത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഈ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ
നമ്മുടെ ചിക്കൻ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് അധികം ഗ്രേവി ആവശ്യമില്ല, അതുകൊണ്ടാണ് വെള്ളം വറ്റിച്ചെടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് എരിവ് കൂട്ടുന്നതും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം എരിവ് മുന്നിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 3-4 പച്ചമുളകുമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് വറവ് കഴിക്കാം. ഒരു പാൻ എടുത്ത് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുത്താൽ ഇതിലും നല്ല ടേസ്റ്റായി വരുന്നതായിരിക്കും. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പത്തലിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു.